Hi dears, welcome back to my YouTube channel. അപ്പോൾ തമ്പനെയിലത് കണ്ടപോലെ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ഒന്നുമല്ല. കഴിഞ്ഞ മാസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അനിയനും അനിയത്തിയും കൂടെ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ട് ചെറുതായിട്ടൊന്ന് റൂമിലൊന്ന് സെറ്റാക്കി എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് അവരെനിക്ക് മേടിച്ച് നിൽക്കുന്നത്. മീഷോയിൽ നിന്നാണ് മേടിച്ചത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓർഡറായിട്ട് ഫസ്റ്റ് കിട്ടിയ ഐറ്റമാണിത്. ഇതൊരു വാൾ ഷെൽഫ്സാണ്. അപ്പോൾ ഞാൻ ഓർഡറാക്കിയ അതേ കളറല്ല എനിക്ക് കിട്ടിയത്. എനിക്ക് വൈറ്റ് കളറാണ് കിട്ടിയത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ എപ്പോഴെങ്കിലും പിന്നീട് തോന്നുമ്പോൾ കളർ നമുക്ക് ചേഞ്ച് ആക്കി എടുക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ റിട്ടേണൊന്നും അയച്ചില്ല. അപ്പോൾ ഇതുപോലെ 5 പീസായിട്ടാണ് കിട്ടുന്നത്. അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്കുമാണ് നമുക്കൊരു ഷെൽഫ്സിൻ്റെ ആകൃതിയിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനതൊന്ന് അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ കുറച്ച് നെയിൽസും അതുപോലെ തന്നെ അതിനുള്ള ഗ്രിപ്പറും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് പല ദിവസങ്ങളായിട്ടാണ് ഓർഡർ ആക്കിയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാനായിട്ട് ഡിലേ വന്നത്. അപ്പം ഫൈനലായിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലുക്ക് ഇതാണ്. ഇതിൻ്റെ ബാക്ക് സൈഡാണിത്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് നോക്കിയാലോ. നെക്സ്റ്റ് ഒരു 3D വാൾപേപ്പറാണ്. ഒരു ബ്രിക്സിൻ്റെ ഒരു എംബോസ്ഡ് ആയിട്ട് വരുന്നൊരു ഫോം വാൾപേപ്പറാണിത്. വൈറ്റ് കളറാണ്. അപ്പോൾ ഒരു 10 അടങ്ങുന്ന ഒരു സെറ്റായിരുന്നു ഇത്. നമുക്ക് സ്റ്റുഡിയോയൊക്കെ മേക്കറൊക്കെ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് ഏതെങ്കിലും വോളൊക്കെ മേക്കർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത്. ഈസിയായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സെൽഫായിട്ട് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു ലുക്കും ആയിരിക്കും കാണുമ്പം. അപ്പം വൈറ്റ് കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്റ്റുഡിയോയൊക്കെ മേക്കർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വൈറ്റ് കളറൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. വാളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പോസിറ്റീവ് കോഡ്സാണ് അടുത്തായിട്ട് ഉള്ള ഐറ്റം. അപ്പോൾ ഇതുപോലെ കുറച്ചധികം കോഡ്സ് ആണ് അതിൻ്റെ അടങ്ങിയിരിക്കുന്നത്. നല്ല നല്ല കോഡ്സൊക്കെയാണ്. എനിക്കെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏത് കോട്ടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കിയാലോ. ഇതിന് പ്രൈസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇതൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയ ഐറ്റമാണ്. മാത്രമല്ല പ്രൈസ് ഇപ്പം ഒരു 1 മന്തൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വന്ന് കാണുമായിരിക്കും. അപ്പോൾ അടുത്ത ഐറ്റം കവായ് സ്റ്റിക്കേഴ്സാണ്. 20 ഷീറ്റ്സാണ് വരുന്നത്. 20 ഷീറ്റിൽ 5000 സ്റ്റിക്കേഴ്സാണ് മൊത്തം ഉള്ളതെന്നാണ് ഇവർ പറയുന്നത്. നല്ല അടിപൊളി സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രീനറി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് മണി പ്ലാന്റ്, ആർട്ടിഫിഷ്യൽ മണി പ്ലാന്റ്സ് ആണ്. അപ്പോൾ 8 പീസാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം. ഇതൊരു MDF ബോർഡ് കട്ടൗട്ടാണ്. ഹാപ്പി പ്ലേസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു റൗണ്ടിലുള്ളൊരു കട്ടൗട്ടാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഭിത്തിയിലൊക്കെ നമുക്ക് എവിടെയെങ്കിലും വെക്കണം, നല്ല അടിപൊളിയായിരിക്കും. നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കും. ഇതിനോട് 2 സൈഡ് ടേപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഐറ്റം നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. അടുത്ത ഐറ്റം MDF ബോർഡ് കൊണ്ട് തന്നെയുള്ള ചെറിയ വാൾ ഡെക്കേഴ്സാണ്. അതിൻ്റെ അടുത്ത് കോഡ്സും അതുപോലെ തന്നെ പിക്ചേഴ്സും വരുന്നുണ്ട്. പല സൈസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഭിത്തിയിലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചൊക്കെ വെക്കുന്നതൊക്കെ നല്ലൊരു പോസിറ്റീവ് വൈബൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഭിത്തിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. വൈറ്റ് വാൾപേപ്പറിൽ നമുക്കിത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം. ഇതൊരു സിലിക്കോൺ മൗൾഡാണ് കേട്ടോ. ക്ലേ ആർട്ടൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സിലിക്കോൺ മൗൾഡാണ്. ഒരു പിങ്ക് കളറിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ക്ലേ കൊണ്ട് ഏതെങ്കിലും ബോർഡേഴ്സോ അല്ലെങ്കിൽ മിറർ വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലേ ഉപയോഗിച്ച് ഓരോ ഷേപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൗൾഡാണിത്. സൈസ് കുറച്ച് ചെറുതാണ്, പക്ഷെ എന്നാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്ര ഐറ്റംസാണ് കേട്ടോ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. മെയിനായിട്ട് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ മേക്ക് ഓവർ ചെയ്യാനായിട്ട് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കതെല്ലാം ഭയങ്കരമായിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞാനൊരു ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ വാൾസ് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റുഡിയോ വേണമെങ്കിൽ സെറ്റാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ.